ഹലോ, ഹായ്. ഇന്ന് ഉച്ചക്കത്തേക്ക് ഒരു തീയലുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉള്ളിത്തീയൽ, ചെറിയ ഉള്ളി വെച്ച് വേണം തീയലുണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് തേങ്ങ ഇട്ടിട്ട് മുളകിട്ടിട്ടുണ്ട്, കശ്മീരി ചില്ലി ആയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെ ഒന്ന് അമ്മ മൂപ്പിക്കുകയാണ്. അതവിടെ കിടന്നങ്ങോട്ട് മൂക്കട്ട്. കണ്ടോ, തേങ്ങ ഈ ഒരു വിധത്തിൽ വരെ മൂപ്പായിട്ടുണ്ട്. പച്ചമല്ലി വാങ്ങിച്ചത് തീർന്നു പോയി, അതുകൊണ്ട് ഞങ്ങൾ മല്ലിപ്പൊടിയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. ഇച്ചിരൂടെ തേങ്ങയുടെ ഒരു വെളുത്ത നിറം കണ്ടോ, അത് ഇച്ചിരൂടെ ഒന്ന് മാറി ബ്രൗൺ കളർ വരണം. അതുവരെ ഇങ്ങനെ നമ്മൾ അത് മൂപ്പിച്ചുകൊണ്ടിരിക്കണം, കൈമാറ്റാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. മല്ലിപ്പൊടി ചേർക്കാൻ പോവാണ്. അമ്മ മല്ലിപ്പൊടി പാരി വിതറുന്നുണ്ട്. ഇനി അത് പച്ചമണം ഉണ്ടല്ലോ മല്ലി ഇട്ടതിൻ്റേത്, അത് മാറുന്നത് വരെ ഒന്ന് മൂപ്പിക്കണം. എന്നിട്ടത് മിക്സിയിൽ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ഇനി നമുക്ക് ഉള്ളി വഴറ്റാം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി തന്നെ വെച്ചേക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി കടുകിടണം. കടുകിട്ട് വെളിച്ചെണ്ണ മൂക്കാൻ വെയിറ്റ് ചെയ്യുക. കടുകിട്ടു അതിനങ്ങോട്ടൊന്ന് പൊട്ടട്ട് കേട്ടോ. ഇച്ചിരി പുറമോട്ട് മാറി നിൽക്കാം. പൊട്ടുന്നുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും പൊട്ടുന്നുണ്ട്. ഇത് കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞത് ഇട്ടു. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കണ്ടോ, ഉള്ളി ഇപ്പോൾ ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് പുളി, നമ്മുടെ ചമ്മന്തിക്കൊക്കെ ഇടുന്ന പുളി ഉണ്ടല്ലോ, അതിൽ പുളിയുടെ വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മയാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനിയും പുളിവെള്ളം ഒഴിക്കണം. ഇതാ വരുന്നുണ്ട്, പുളിവെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് അതിൻ്റെ അകത്ത് കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചൊക്കെ ഒന്ന് വരണം. തിളച്ച് വന്ന് കഴിഞ്ഞാൽ പിന്നെ അരപ്പ് ചേർക്കുകയാണ് ചെയ്യുന്നത്. അരപ്പ് റെഡിയായി. ഇനി അരപ്പ് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒഴിക്കാം. അരപ്പെല്ലാം വടിച്ചതിൻ്റെ അകത്ത് ഒഴിക്കുന്നുണ്ട്. ഇനി അരപ്പിട്ടിട്ട് മിക്സി കഴുകിയ ജാറിൻ്റെ അകത്ത് വെള്ളം ഉണ്ടല്ലോ, മിക്സി കഴുകിയ ജാറിലെ വെള്ളം, അതുകൂടി ഇതിൻ്റെ അകത്തോട്ടങ്ങ് ഒഴിക്കണം. മിക്സിയുടെ അടപ്പിലൊക്കെ അരപ്പ് ഇങ്ങനെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അതെല്ലാം ഇനി ഇങ്ങോട്ട് ചേർക്കണം. ജാറിൻ്റെ അകത്ത് കഴുകിയ വെള്ളമാണ് അമ്മ ഒഴിക്കുന്നത് കേട്ടോ, അല്ലാതെ വെള്ളമൊന്നും എടുത്ത് ഒഴിക്കണ്ടേ. ജാറിൻ്റെ അകത്തെ വെള്ളം, കഴുകിയ വെള്ളം എടുത്ത് ഒഴിച്ചു. ഇനി നല്ല ഭംഗിയായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ചിട്ടൊന്ന് പറ്റണം അത് കുറച്ചൊന്ന്. തീയൽ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ പറ്റാനുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് കൊഴുക്കും. ഇതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ തീയലിൻ്റെ. നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാമേ. അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. നല്ല കൊഴുത്ത തീയലാണ്, വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഒരുപാടങ്ങ് വെള്ളം പറ്റിപ്പോവുകയും ചെയ്യല്ലേ കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കണമല്ലോ. നല്ല രുചികരമായ പ്രസന്നാമ്മയുടെ ഉള്ളിത്തീയലാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലിങ്ങനെ തിളച്ചിങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്കിവനെ അങ്ങ് ഓഫാക്കിയേക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഉച്ചയൂണിനുള്ള ഉള്ളിത്തീയൽ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വരാം. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.